കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് HTML ഡോക്യുമെന്റ്സ് എന്നുള്ള ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം നമ്മൾ എന്തിനാണ് ഈ HTML എന്നുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. HTML നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് HTML ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ്, ഓർക്കുന്നുണ്ടോ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഈ ലാംഗ്വേജിനെ ലാംഗ്വേജ് ഓഫ് ഇന്റർനെറ്റ് എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് ഓഫ് ഇന്റർനെറ്റ്, ഇന്റർനെറ്റിന്റെ ഭാഷ എന്നാണ് HTML അറിയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. നമുക്ക് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനേക ലാംഗ്വേജ് ഉണ്ടെങ്കിലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് HTML ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു HTML-ന്റെ അകത്ത് നമ്മൾ എഴുതുന്ന കോഡുകൾ, ആ കോഡുകൾ അതായത് HTML കമാൻഡ്സ് എന്ന് പറയുന്നത്, അത് എഴുതുന്നത് ഈ രണ്ട് ബ്രാക്കറ്റിനുള്ളിലാണ്. നമ്മളൊരു ലെസ് ദാൻ സിമ്പിളും ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും. അപ്പോൾ ഇതിനെ നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ആംഗിൾ ബ്രാക്കറ്റ്, ആംഗിൾ ബ്രാക്കറ്റ്. ഈ ആംഗിൾ ബ്രാക്കറ്റിന് ഉള്ളിൽ എഴുതുന്ന HTML കമാൻഡിന് നമ്മൾ പറയുന്ന പേര് ടാഗ് എന്നാണ്. ടാഗ്. അതിൻ്റെ അർത്ഥം HTML-ന്റെ അകത്ത് എല്ലാ കോഡും ഈ രണ്ട് സിമ്പിളിനുള്ളിലാണ് എഴുതുന്നത്. ആ സിമ്പിളിന് പറയുന്ന പേര് ടാഗ് എന്നാണ്. HTML-ന്റെ എല്ലാ HTML കോഡും സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ടാഗിലാണ്. ഇത് നമ്മൾ വായിക്കുന്നത് HTML ടാഗ് എന്നാണ്. ഇറ്റ് ഈസ് റെഡ് ആസ് HTML ടാഗ്. HTML ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത, ഇത് കേസ് സെൻസിറ്റീവ് അല്ല. അപ്പം നമ്മൾ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ HTML ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി, ഒരെണ്ണത്തിൻ്റെ അകത്ത് സ്മോൾ ലെറ്ററിൽ എഴുതി, അല്ലെ ഒന്നിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് എഴുതി, ഇങ്ങനെ എങ്ങനെ എഴുതിയാലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ HTML കേസ് സെൻസിറ്റീവ് അല്ല. അതായത് അപ്പർ കേസും ലോവർ കേസിലും ഏതിൽ എഴുതിയാലും അത് എടുക്കും. അതിൻ്റെ അകത്ത് പ്രോഗ്രാം വർക്ക് ചെയ്യും. ഓക്കെ, അടുത്തത് ഈ HTML-ന് ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ ഓഫ് HTML നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എല്ലാ HTML ഡോക്യുമെന്റും സ്റ്റാർട്ട്സ് വിത്ത് HTML ടാഗ്. സോ എവറി HTML ഡോക്യുമെന്റ് സ്റ്റാർട്ട്സ് വിത്ത് HTML ടാഗ്. HTML ടാഗ് കഴിഞ്ഞ് അടുത്ത ടാഗ് ഹെഡ് ടാഗ് എന്നാണ് പറയുന്നത്. ഹെഡ് ടാഗ്, ഹെഡിങ് എന്നുള്ളതാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും നമ്മൾ പറയും. അടുത്ത ടാഗിന്റെ പേര് ടൈറ്റിൽ ടാഗ് എന്നാണ്. ടൈറ്റിൽ ടാഗിന്റെ അവിടെ നമുക്ക് ഒരു ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ഒരു ടൈറ്റിൽ കൊടുത്തു. ഇനി നമുക്ക് ഈ ഓപ്പൺ ചെയ്ത്, ഇപ്പം നമ്മളൊരു HTML എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്തു. ഇനി ഈ ടാഗ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ ടാഗും അല്ല, എന്നാൽ ചില ടാഗുകൾ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് നമുക്ക് ഇനി ടൈറ്റിൽ ക്ലോസ് ചെയ്യണം. നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ അടുത്ത ലൈനിൽ ഇവിടെ ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആംഗിൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്യുക. ഈ സ്ലാഷ് കണ്ടോ, നമുക്ക് കീബോർഡിൽ രണ്ട് സ്ലാഷ് ഉണ്ട്. ഒന്ന് ഈ ബാക്ക്വേർഡ് സ്ലാഷ് ആണ്, രണ്ടാമത്തേത് ഈ ഫോർവേഡ് സ്ലാഷ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർവേഡ് സ്ലാഷ്. ഇതിന്റെ അർത്ഥം ഒരു ടാഗ് ക്ലോസ് ചെയ്യാൻ പോവാന്നാണ്. നമ്മൾ ടൈറ്റിൽ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇത് കഴിഞ്ഞിട്ട് ഈ സിമ്പിൾ ഇട്ടിട്ട്, അതായത് ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് എന്താണോ ക്ലോസ് ചെയ്യേണ്ടത്, നമുക്ക് ടൈറ്റിലായിരുന്നു, സോ ടൈറ്റിൽ എന്ന് എഴുതി. ഇതിന്റെ അർത്ഥം ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുന്ന. ഇനി അടുത്തത് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യണം. എങ്ങനെ എഴുതും? ആംഗിൾ ബ്രാക്കറ്റ് ഇടുക, ഫോർവേഡ് സ്ലാഷ് എഴുതുക, അത് കഴിഞ്ഞ് ഹെഡ് ടാഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടാഗ് ഉണ്ട്. ആ ടാഗിന്റെ പേര് ബോഡി ടാഗ് എന്നാണ്. നമ്മൾ ഈ ബോഡി ടാഗിനുള്ളിലാണ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ആക്ച്വൽ കണ്ടന്റ് എഴുതുന്നത്. ഈ ബോഡി ടാഗ് എഴുതുന്നത് നമ്മൾ ബോഡി എഴുതി, നമുക്ക് ഇവിടെ വെൽക്കം ടു മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ബോഡി ടാഗ് ക്ലോസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് മനസ്സിലായി കാണാം എങ്ങനെയാണ് ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നത്. ആംഗിൾ ബ്രാക്കറ്റ് ഇടുക, ഫോർവേഡ് സ്ലാഷ് എഴുതുക, ബോഡി ടാഗ് എഴുതുക. ഇനി ഏറ്റവും ലാസ്റ്റ് ക്ലോസ് ചെയ്യേണ്ടത് HTML. അതെങ്ങനെ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി കാണും. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാ HTML ഡോക്യുമെന്റ് അകത്തെയും ഫസ്റ്റ് ലൈൻ HTML ടാഗ്. എല്ലാ HTML ഡോക്യുമെന്റ് അകത്തെയും ലാസ്റ്റത്തെ ടാഗ് HTML ക്ലോസ് ചെയ്യുകയായിരിക്കും. അതായത് ഒരു HTML ടാഗ് ഓപ്പൺ ചെയ്യണം, HTML ടാഗ് ക്ലോസ് ചെയ്യണം. സോ ഇതാണ് സ്ട്രക്ചർ ഓഫ് HTML. HTML-ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയാണ്? ഫസ്റ്റ് ടാഗ് ഈസ് HTML ടാഗ് ഫോളോഡ് ബൈ ഹെഡ് ടാഗ്,
ദെൻ ടൈറ്റിൽ ടാഗ്, പിന്നെന്താണ് ടൈറ്റിൽ ക്ലോസ് ചെയ്യണം, ഹെഡ് ക്ലോസ് ചെയ്യണം, പിന്നെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുക, ബോഡിക്കുള്ളിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റ് എഴുതുക, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഈ ചെയ്യുന്ന ഈ വെബ് പേജിന് വേണ്ടി നമ്മൾ എഴുതിയ ഈ പ്രോഗ്രാം ഒരു HTML പേജ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ ഉണ്ട്, സേവോ സേവസോ. നമ്മളിത് ഞാൻ സേവസ് കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണ്. HTML ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ വെബ് പേജ് എന്ന് കൊടുത്തു. ഡോട്ട് ഇട്ടിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് HTML എന്നോ HTM എന്നോ നമ്മൾ എഴുതി കൊടുക്കണം. വെബ് പേജ് ഡോട്ട് HTML എന്ന് ഞാൻ കൊടുത്തത്. HTM എന്ന് കൊടുത്താൽ അത് വർക്ക് ചെയ്യും. ഇതിന്റെ അർത്ഥം നമ്മുടെ എഴുതുന്ന ഈ വെബ് പേജ് റൺ ചെയ്യണമെങ്കിൽ, അതായത് ഈ ഡോക്യുമെന്റ് HTML കോഡ് റൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. ആ സോഫ്റ്റ്വെയറിന്റെ പേര് എന്താന്ന് പറഞ്ഞു, ആ സോഫ്റ്റ്വെയറിന്റെ പേര് ബ്രൗസർ എന്നാണ്. അപ്പോൾ ഞാനിവിടെ വെബ് പേജ് ഡോട്ട് HTML സേവ് ചെയ്തേക്കുന്ന ഡെസ്ക്ടോപ്പിലേക്കാണ് ഞാനിവിടെ സേവ് എന്ന് കൊടുത്തു. പിന്നെ നിങ്ങൾ ഈ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, വെബ് പേജ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു നമ്മൾ സേവ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്, കാണാമല്ലോ. ഈ വെബ് പേജ് എന്ന് പറയുന്ന ഈ ഡോക്യുമെന്റ് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ബ്രൗസറിന്റെ ആവശ്യമുണ്ട്. നമുക്കറിയാവുന്ന ബ്രൗസർ ഏതൊക്കെയാണ്? ഗൂഗിൾ ക്രോം ഉണ്ട്, മോസില്ല ഫയർഫോക്സ് ഉണ്ട്, സഫാരി ഉണ്ട്, ഒപ്പേറ ഉണ്ട്, അങ്ങനെ ഒത്തിരി ബ്രൗസേഴ്സ് ഉണ്ട്. സോ ബ്രൗസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എഴുതിയ HTML കമാൻഡ്സ് എഴുതിയ HTML ഡോക്യുമെന്റ് പേജിനെ ഒരു വെബ് പേജായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യും? നമുക്ക് ക്രോമിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് ക്രോം അല്ല ഡിഫോൾട്ട് ബ്രൗസർ, ക്രോമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം എന്ന് കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്ക്, നമ്മൾ എഴുതിയ ആ പേജ് വന്നു. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്താ ഞാൻ ബോഡിക്കകത്ത് എഴുതി അതാ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ബോഡിക്കകത്ത് എന്താ എഴുതിയേക്കുന്നത് നോക്കിക്ക്, ബോഡിക്കകത്ത് എഴുതിയത് വെൽക്കം ടു മൈ ഫസ്റ്റ് വെബ് പേജ് എന്നാണ്. അതല്ല ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കിക്ക്, അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇത് നമ്മൾ സേവ് ചെയ്ത് എങ്ങനെയായിരുന്നു? വെബ് പേജ് ഡോട്ട് HTML എന്നാണ്. അത് ഇതിൻ്റെ ഇവിടെ അഡ്രസ് ബാറിലുണ്ട്, കണ്ടോ? വെബ് പേജ് ഡോട്ട് HTML. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ ചില ചേഞ്ചസ് വരുത്തണം. ഇവിടെ ഞാൻ വേറൊന്ന് എഴുതാൻ പോവാണ്. ദിസ് ഈസ് an example to demonstrate HTML page. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി വെബ് പേജ് ഡോട്ട് HTML എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് സേവസ് കൊടുക്കണ്ട. നമ്മൾ ഇനി ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? നമുക്ക് ഒന്നെങ്കിൽ വീണ്ടും വന്നിട്ട് ഇവിടെ നിന്ന് ഈ വെബ് പേജ് എന്നുള്ള ഈ പേജ് റൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അത് റൺ ചെയ്തിരിക്കുവാണെങ്കിൽ, നമ്മൾ ആ പേജ് ഓൾറെഡി റൺ ചെയ്തായിരിക്കുന്നെങ്കിൽ ഇവിടെ റീലോഡ് അല്ലെ റിഫ്രഷ് എന്നും പറഞ്ഞ് ഈ ഐക്കൺ കണ്ടോ, ഇതേ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പം നമ്മൾ രണ്ടാമത് എഴുതിയ ആ വെബ് പേജിന്റെ കണ്ടന്റ് ഇവിടെ വന്നു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു HTML പേജ് എഴുതുന്നതും സേവ് ചെയ്യുന്നതും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു സംശയം, എവിടെ HTML കോഡ് എഴുതാവുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന എവിടെയും, അതിനെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ എന്നാണ് പറയുന്നത്. ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന എവിടെയും എഴുതാം. ഇപ്പോഴത്തെ പ്രോഗ്രാം നമ്മൾ എഴുതിയത് കണ്ടോ, എവിടെയാണ് എഴുതിയത്? നമ്മൾ C++ന്റെ എഴുതുന്ന അവിടെയാണ്. നമ്മൾ C++ ആയിരുന്നു നമ്മളിവിടെ കമ്പൈലും ബിൽഡും എക്സിക്യൂട്ടും ഒക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ്, നമ്മുടെ ഫയൽ എടുത്തിട്ട് സേവ് പേര് .html എന്ന് കൊടുത്തിട്ട് നമ്മളത് റൺ ചെയ്ത് ആണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ അകത്ത് ഏതെങ്കിലും നോട്ട് പാഡോ അല്ലെന്നുണ്ടെങ്കിൽ വേർഡ് പാഡോ ഇതുപോലെ എവിടെ വേണമെങ്കിലും നമുക്ക് കോഡ് എഴുതി വർക്ക് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ HTML ഡോക്യുമെന്റിന് രണ്ട് പ്രധാന സെക്ഷൻ ഉണ്ട്. HTMLന്റെ നമ്മൾ ഇതാണ് സ്ട്രക്ചർ. ഇതിനെ രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നിന്റെ പേര് ഹെഡ് സെക്ഷൻ ആണ്. The two different sections of HTML document are first one head section, രണ്ടാമത്തേത് ബോഡി സെക്ഷൻ. ഏതൊക്കെയാണ് HTML ഡോക്യുമെന്റ് രണ്ട് പ്രധാനപ്പെട്ട സെക്ഷൻസ്? ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. ഈ ഹെഡ് സെക്ഷൻ ഉള്ളിലാണ് ടൈറ്റിൽ. ശ്രദ്ധിച്ചായിരുന്നോ? ഹെഡ് സെക്ഷന്റെ ഉള്ളിലാണ് നമ്മൾ ടൈറ്റിൽ എഴുതുന്നത്. ബോഡി സെക്ഷൻ ഉള്ളിലാണ് നമ്മൾ ബോഡിയുടെ കണ്ടന്റ് എഴുതുന്നത്. ഓക്കെ. ഇനി HTMLന്റെ അകത്ത് ടാഗുകളാന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയുണ്ട് ടാഗുകൾ? ഇത് ടാഗാണ് അല്ലേ? എന്താണ് ടാഗ്? ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, അതായത് ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്ന എന്തും ഒരു ടാഗ് എന്ന് നമ്മൾ പറയുന്നത്. HTML കമാൻഡാണ്. HTML വർക്ക് ചെയ്യേണ്ട കമാൻഡിനാണ് നമ്മൾ ടാഗ് എന്ന് പറയുന്നത്. ഇനി രണ്ട് തരത്തിലുള്ള
ടാഗ്സ് ഉണ്ട്. രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ടാഗ് ഉണ്ട്. ഒരു ടാഗിന്റെ പേര് കണ്ടെയ്നർ ടാഗ് എന്നാണ്. Container tags. So there are two different types of tags in HTML. First one is called container tags, and second one is called empty tags. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാഗ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കണ്ടെയ്നർ ടാഗ്സും എംപ്റ്റി ടാഗ്സും. കണ്ടെയ്നർ ടാഗ്സ് എന്താന്ന് പറയാം. കണ്ടെയ്നർ ടാഗിന്റെ ഡെഫിനിഷൻ ഇതാണ്. കണ്ടെയ്നർ ടാഗ് കണ്ടെയ്ൻസ് ആൻ ഓപ്പണിംഗ് ടാഗ്. ഒരു ഓപ്പണിംഗ് ടാഗും കാണും and a closing tag. So container tag contains opening tag and a closing tag. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കിക്കേ. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതെല്ലാം കണ്ടെയ്നർ ടാഗ്. എന്താ കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ടാഗ് ഓപ്പൺ ചെയ്താൽ അത് ക്ലോസ് ചെയ്യണം. നോക്കിക്കേ, HTML ഓപ്പൺ ചെയ്തു, HTML ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബോഡി ഓപ്പൺ ചെയ്തു, ബോഡി ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ഓപ്പൺ ചെയ്തു, ഹെഡ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് ടാഗും ഉണ്ട്, പിന്നെ ക്ലോസിംഗ് ടാഗും ഉണ്ട്. ഇങ്ങനത്തെ ടാഗിന് പറയുന്ന പേരെന്താണ്? ഇങ്ങനത്തെ ടാഗിന് പറയുന്ന പേര് കണ്ടെയ്നർ ടാഗ്സ് എന്ന്. കണ്ടെയ്നർ ടാഗ് കണ്ടെയ്ൻസ് ഓപ്പണിംഗ് ടാഗ്സ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സ്. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഒന്നിലധികം എക്സാമ്പിൾ എഴുതാം. ഏതൊക്കെയാണ് എക്സാമ്പിൾ എഴുതുന്നത്? HTML ഓപ്പൺ ചെയ്തിട്ട് നമ്മളത് ക്ലോസ് ചെയ്തായിരുന്നു അല്ലേ? എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് HTML. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാമോ? ബോഡി ടാഗ്. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ടൈറ്റിലും ഒക്കെ നമ്മൾ അങ്ങനെ കണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ടാഗിന്റെ പേര് എംപ്റ്റി ടാഗ് എന്നാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. എംപ്റ്റി ടാഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് അറിയാമോ? എംപ്റ്റി ടാഗ് കണ്ടെയ്ൻസ് ഓൺലി ഓപ്പണിംഗ് ടാഗ്സ്. എംപ്റ്റി ടാഗ് കണ്ടെയ്ൻസ് ഓൺലി ഓപ്പണിംഗ് ടാഗ്സ്. എന്താ ഇല്ലാത്ത? ക്ലോസിംഗ് ടാഗ് ഇല്ല. അപ്പൊ ചില ടാഗുകൾ ഓപ്പൺ ചെയ്താൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ബ്രേക്ക് ടാഗ്. ഇതിനെ ബ്രേക്ക് ടാഗ് എന്നാണ് പറയുന്നത്. BR ടാഗ്. അല്ലെങ്കിൽ വേറൊരു ടാഗ് ഉണ്ട്, HR ടാഗ്. ഈ BR ടാഗ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ BR ഇങ്ങനെ ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ക്ലോസ് ചെയ്യേണ്ട, ഓപ്പൺ ചെയ്താൽ മാത്രം മതി. അത് ക്ലോസ് ചെയ്യേണ്ട. അപ്പോൾ ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഇനി ക്ലോസിങ് വേണ്ടെങ്കിൽ അങ്ങനത്തെ ടാഗിന് പറയുന്ന പേര് എംപ്റ്റി ടാഗ് എന്നാണ്. So there are two different types of tags in HTML. First one is container tag. രണ്ടാമത്തെ എന്താണ്? എംപ്റ്റി ടാഗ്സ്. സോ കണ്ടെയ്നർ ടാഗിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയാമോ? കണ്ടെയ്നർ ടാഗിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടെയ്നർ ടാഗിന്റെ അകത്ത് ഒരു ഓപ്പണിംഗ് ടാഗും കാണും, ഒരു ക്ലോസിംഗ് ടാഗും കാണും. നോക്കുക, കണ്ടെയ്നർ ടാഗ്, എംപ്റ്റി ടാഗ്സ്. കണ്ടെയ്നർ ടാഗ് എപ്പോഴും പെയർസിലായിരിക്കും. പെയർ എന്ന് പറഞ്ഞാൽ അറിയാം, ജോഡിയിൽ എന്തൊക്കെയായിരിക്കും എൻ്റെ ഇത് കാണുന്നത്? ജോഡി എന്തൊക്കെയായിരിക്കും? ഒരു ഓപ്പണിംഗ് ടാഗ് കാണും ആൻഡ് ക്ലോസിംഗ് ടാഗ്. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ പറഞ്ഞ ക്ലോസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് ആ ടാഗിന്റെ പേര് എഴുതുക. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ കണ്ടു. HTML ക്ലോസ് ചെയ്യുന്നു, ടൈറ്റില്. ഓക്കെ, ഇനി ചില ടാഗുകൾ ഓപ്പൺ ചെയ്താൽ മതി, ക്ലോസ് ചെയ്യണ്ട. അപ്പോൾ അതിന് പറയുന്ന പേരാണ് എംപ്റ്റി ടാഗ്സ്. Some tags do not require a closing tag. ചില ടാഗിന് ക്ലോസിംഗ് ടാഗ് വേണ്ട. Such tags are known as empty tags. നമ്മൾ അതിനകത്ത് എക്സാമ്പിൾ രണ്ടെണ്ണം കണ്ടു, BR-ഉം HR-ഉം. ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നത്, ദിസ് കൈൻഡ് ഓഫ് ടാഗ് ഡസ് നോട്ട് സ്പാൻ ഓവർ എ സെക്ഷൻ. ഒരു സെക്ഷന്റെ ഒരു കുറച്ച് പരിധിക്കുള്ളിൽ മാത്രമേ അത് കാണത്തുള്ളൂ. അങ്ങ് നീണ്ട് കുറേ സ്ഥലത്തേക്ക് അതിന്റെ ആ സ്പാൻ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അത് കുറച്ച് ഭാഗത്തിന് മാത്രമായിട്ടായിരിക്കും ഈ ടാഗ്. നമ്മളത് പിന്നീട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഹെഡിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്സ് എന്നാണ്. എന്താണ് ആട്രിബ്യൂട്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഇതാണല്ലോ നമ്മൾ ചെയ്ത പ്രോഗ്രാം. ഈ പ്രോഗ്രാം വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. എനിക്ക് പക്ഷെങ്കിൽ ഇതാണല്ലോ ബോഡി, ഈ വൈറ്റ് കളറിൽ കാണുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട്, ഇതിനെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വൈറ്റും ഈ ടെക്സ്റ്റിന്റെ കളർ ബ്ലാക്കുമാണ്. എനിക്ക് ഇതിന്റെ കളർ യെല്ലോ ആക്കണം. അപ്പൊ നമുക്കെന്നറിയാം ഇത് ബോഡിയാണ്. ബോഡിയുടെ കളർ യെല്ലോ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ടാഗിന്, ചില ടാഗുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൻ്റെ സൈസ് ആകാം, കളർ ആകാം. അപ്പൊ അതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. എങ്ങനെ ആട്രിബ്യൂട്ട് എഴുതുന്നതെന്ന് അറിയാമോ? നമ്മൾ ഒരു ടാഗ് എഴുതി, ഉദാഹരണത്തിന് ബോഡി ടാഗ്, ഒരു സ്പേസ് ഇട്ടിട്ട് പിന്നെ എഴുതുന്നതിന് പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്. ഞാൻ ബോഡി BG കളറിന്റെ സ്പെല്ലിങ് കണ്ടോ? COLOR. നമുക്കത് യെല്ലോ കൊടുക്കണം. ഒരു ഈക്വൽ സൈൻ വേണം. ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ട കളറ്
നമുക്ക് സിംഗിൾ കോട്ട്സിൽ എഴുതാം, അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൽ എഴുതാം. ഇതാണ് ആട്രിബ്യൂട്ട്. ഇതിനകത്ത് ആട്രിബ്യൂട്ട് ഏതാണെന്ന് അറിയാമോ? ബിജി കളർ. ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്താണ്? ഒരു ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് കാണുന്ന ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ കാണുന്ന അതിനാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടാഗിന്റെ സിന്റാക്സ് എന്താ? ടാഗിന്റെ പേര് എന്താ? ബോഡി. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്പേസ് കഴിഞ്ഞ് എഴുതുന്ന ആട്രിബ്യൂട്ട് ഈക്വൽസ് സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ എഴുതുന്നതാണ് അതിന്റെ വാല്യൂ. അപ്പോൾ ഒരു ടാഗിന്റെ എങ്ങനെ നമ്മൾ ഒരു ടാഗ് എഴുതുന്നത്, ടാഗിന്റെ സിന്റാക്സ് എന്താണ്? ടാഗിന്റെ സിന്റാക്സ് എഴുതാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ എഴുതാം. നമ്മൾ ഇപ്പോൾ എഴുതിയ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടോ? ബോഡി ബിജി കളർ ഈക്വൽസ് നമ്മൾ അവിടെ യെല്ലോ എന്ന് എഴുതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ ബോഡി എന്ന് പറയുന്നത് എന്താ? ഈ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ബോഡി എന്ന് പറയുന്നത് എന്താ? ടാഗിന്റെ പേര്, ശരിയല്ലേ? ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഗ് നെയിം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഈ എഴുതിയിരിക്കുന്ന ആ ബോഡിയെ കുറിച്ച് കൂടുതൽ അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിജി കളർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആ പ്രത്യേകതയ്ക്ക് പറയുന്ന പേരെന്താണ്? ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് കഴിഞ്ഞ് മിക്ക കേസിലും ഒരു ഈക്വൽ സൈൻ കാണും. അത് കഴിഞ്ഞ് അവിടെ യെല്ലോ എന്ന് എഴുതിയേക്കുന്നു. അത് സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ ആകാം. അതിന് പറയുന്ന പേര് വാല്യൂ എന്നല്ലേ നമ്മൾ പറഞ്ഞു? വാല്യൂ എന്നാണ്. വാല്യൂ. ഇതാണ് ടാഗിന്റെ സിന്റാക്സ്. എങ്ങനെ ടാഗിന്റെ സിന്റാക്സ്? ടാഗിന്റെ പേര്, അത് കഴിഞ്ഞ് ആട്രിബ്യൂട്ടിന്റെ പേര് ഈക്വൽസ് വാല്യൂ. ഓക്കെ, നമ്മളിവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യണം? നമ്മൾ എടുത്ത് സേവ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വെബ് പേജ് ഇവിടെ ഓപ്പൺ ചെയ്തേക്കുവാണ്. ഇനി എന്ത് ചെയ്താൽ മതി? റീലോഡ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിന്റെ കളർ കണ്ടോ? യെല്ലോ കളറായി. ഇനി നമുക്ക് ഒരു ടാഗിന് ഒന്നിലധികം ആട്രിബ്യൂട്ട് കാണും. ഉദാഹരണത്തിന് എനിക്ക് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ടു ഡെമോൺസ്ട്രേറ്റ് HTML പേജ് എന്നുള്ളത് ഗ്രീൻ കളർ വേണം. ഇതിപ്പോൾ എന്ത് കളറിലാണ് നിൽക്കുന്നത് നോക്കിയിട്ട് ഈ ടെക്സ്റ്റ് എന്ത് കളറിൽ എഴുതുന്നത്? നിൽക്കുന്ന ഏത് കളറിലാണ്? ബ്ലാക്കില്ല. ഇതെനിക്ക് ഗ്രീൻ കളറിൽ വേണം. അപ്പം നമുക്ക് ഇവിടെ ബോഡിയുടെ തന്നെ ആട്രിബ്യൂട്ട് ഉണ്ട്, വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന്റെ പേര് ടെക്സ്റ്റ് എന്നാ. ടെക്സ്റ്റ് എങ്ങനെയാണ് ആട്രിബ്യൂട്ട് എഴുതുന്നത്? ആട്രിബ്യൂട്ട് എഴുതിയിട്ട് ഈക്വൽ സൈൻ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ അതിന്റെ വാല്യൂ. ഞാനിവിടെ ഗ്രീൻ എന്ന് എഴുതി. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ആദ്യം ടെക്സ്റ്റ് എഴുതത്തില്ലേ? ബോഡി കഴിഞ്ഞ് ആദ്യം ടെക്സ്റ്റ്, അത് കഴിഞ്ഞ് ബിജി കളർ എഴുതാം. അതുകൊണ്ടാണ് HTML അത്ര എളുപ്പമെന്ന് പറയുന്നത്. അത് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഞാനിവിടെ ആദ്യം ബിജി കളർ എഴുതി, അത് കഴിഞ്ഞ് ടെക്സ്റ്റ് എഴുതി. അപ്പൊ ആദ്യത്തെ ആട്രിബ്യൂട്ട് എഴുതി, ഈക്വൽസ് എഴുതി, അതിന്റെ വാല്യൂ എഴുതി, ഒരു സ്പേസ് ഇട്ടു, വീണ്ടും അടുത്ത ആട്രിബ്യൂട്ട് എഴുതി, അതിന്റെ ഈക്വൽ സൈൻ ഇട്ടിട്ട് അതിന്റെ വാല്യൂ ഇട്ടു. ഇനി എന്ത് ചെയ്യണം? സേവ് ചെയ്യുക. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിനെ നമ്മൾ റിഫ്രഷ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്യുമ്പോഴത്തേന് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിന്റെ കളർ ഗ്രീൻ ആയി. ഗ്രീൻ എന്നുള്ളത് കുറച്ചും കൂടെ എടുത്ത് നിൽക്കാൻ, അല്ലെ പെട്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അതിന്റെ കളർ അങ്ങനെ ബ്ലൂ ആക്കാം. എങ്ങനെയായിരിക്കും? ടെക്സ്റ്റ് ഈക്വൽസ് ഇവിടെ ബ്ലൂ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ സേവ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് റീലോഡ് ചെയ്താൽ മതി. നോക്കുക, ഇത് കണ്ടോ? ഈ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റിന്റെ കളർ എന്താണ്? ബ്ലൂ കളർ. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ്? ആട്രിബ്യൂട്ട് എന്നാണ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ്. നമ്മളിത് ഈ ആട്രിബ്യൂട്ട് അത് ഒരു ടാഗിനുള്ളിൽ കൊടുക്കുന്ന എന്തൊക്കെയാകാം? അതിന്റെ കളർ ആകാം, അതിന്റെ അലൈൻമെന്റ് ആകാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എഴുതുന്നത്? നമ്മൾ പറഞ്ഞു ഇതിന്റെ സിന്റാക്സ് എന്താണെന്നാ പറഞ്ഞ്, ടാഗിന്റെ പേര് എഴുതിയിട്ട് ആട്രിബ്യൂട്ട് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ വാല്യൂ, അല്ലെങ്കിൽ എന്താ പറഞ്ഞ് ഡബിൾ കോട്ട്സിൽ വാല്യൂ. എല്ലാ ടാഗിനും ആട്രിബ്യൂട്ട് കാണണം എന്നില്ല. ഓക്കെ, ചിലപ്പം ഒന്നിലധികം ആട്രിബ്യൂട്ടും കാണും. അങ്ങനെയാണെങ്കിൽ അതിന് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. നമ്മളിവിടെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഇവിടെ ഈ ടെക്സ്റ്റ് എന്നുള്ളത് ഇവിടെ ആദ്യം എഴുതാം, ഇങ്ങനെ എഴുതാം. അങ്ങനെ തന്നെ ചെയ്യാം. ഇത് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെയാണ് അത് കൊടുക്കുന്നത്. ആദ്യം ടെക്സ്റ്റ് എഴുതി, പിന്നെ ബിജി കളർ കൊടുത്തു. ഇത് സേവ് ചെയ്താൽ ഈ സെയിം പേജ് തന്നെ നമുക്ക് കിട്ടും, ഒരു വ്യത്യാസവും ഇല്ല. ഉണ്ടോ? ഞാനിത് റീലോഡ് ചെയ്യുമ്പോഴത്തേന് സെയിം പേജ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ്. ഈ ഒരു കേസിൽ നോക്കി എത്ര ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്? 1, 2. ഒന്നിലധികം ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? their order of appearance is not important. അതിന് ഫസ്റ്റ് ഇന്നത് എഴുതണം, സെക്കൻഡ് ഇന്ന എഴുതണം നിർബന്ധമൊന്നുമില്ല, ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് HTML എലമെന്റ്സ് ആണ്. ഓക്കെ, HTML എലമെന്റ്സ് എന്താന്ന് പറയുവാണ്. HTML എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ടാഗ് ഇല്ലേ,
അത് ഞാൻ ഇവിടെ നോക്കിയ ബോഡി ടാഗ് ക്ലോസ് ചെയ്തില്ലേ? ഇതിനുള്ളിൽ എഴുതുന്ന കാര്യങ്ങൾക്കാണ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എലമെന്റ്? എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ്. ഏതിനുള്ളിലെ കണ്ടന്റ് ആണ്? ബോഡി എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിൽ എഴുതുന്ന കണ്ടന്റിന് പറയുന്ന പേരാണ് എലമെന്റ്. അപ്പൊ ഈ ഒരു കേസിന്റെ അകത്ത് എലമെന്റ് ഏതാന്ന് പറയാമോ? നമുക്കറിയാം എലമെന്റ് ഇതാ അല്ലെ, ശരിയാണോ? എന്തുകൊണ്ടാണ് ഇതിന് എലമെന്റ് എന്ന് പറഞ്ഞ് ഈ HTML ഡോക്യുമെന്റ് എലമെന്റ് ഇതാന്ന് പറഞ്ഞ കാര്യം എന്താ? ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, അതിനുള്ളിൽ എഴുതുന്ന എന്തോ അതിന് പറയുന്ന പേരാണ് HTML എലമെന്റ്. നമുക്ക് നോക്കാം HTML എലമെന്റ്സ്. A pair of tags and the content enclosed between these tags are known as element. അപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് തോന്നുന്നു, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ടന്റ് അല്ല, ബോഡി ടാഗിനുള്ളിൽ ഇനിയും വേറെ ടാഗുകൾ യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. നമുക്ക് ഈ അടുത്ത ലൈനിൽ അല്ലെങ്കിൽ ആദ്യത്തെ ലൈനിൽ വെൽക്കം എന്നും കൂടെ വേണം. വെൽക്കം, ഞാൻ വെൽക്കം എന്ന് എഴുതി. ഇത് സേവ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും. എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, കണ്ടോ, വെൽക്കം, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ടു ഡെമോൺസ്ട്രേറ്റ് HTML പേജ്. ഒറ്റ ലൈനിലാണ് വന്നത്. ഞാൻ കോഡ് എഴുതിയത് 2 ലൈനിലാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ HTML-ന്റെ അകത്ത് വേറെ ഒരു സെക്ഷനിലേക്ക്, അതായത് വേറൊരു പാർട്ടിലേക്ക്, അടുത്ത ലൈനിലേക്ക് അത് ബ്രേക്ക് ചെയ്ത് അടുത്ത ലൈനിലാണ് എഴുതേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗിന്റെ പേര് BR ടാഗ്. ഈ ടാഗ് നമ്മൾ മുമ്പിൽ പറഞ്ഞിരുന്നു. എന്താണ് ഈ BR ടാഗ്? എംപ്റ്റി ടാഗ്. അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് മാത്രമേ ഉള്ളൂ, ക്ലോസ് ചെയ്യേണ്ട. ക്ലിയർ ആണോ? അപ്പോൾ ഈ വെൽക്കം കഴിഞ്ഞ് ഞാൻ അവിടെ ബ്രേക്ക് ടാഗ് കൊടുത്തു. ബ്രേക്ക് ടാഗ് എന്ന് അതിന് പറയുന്നത്. അങ്ങനെ ബ്രേക്ക് ടാഗിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ലൈൻ ബ്രേക്ക് ചെയ്യാനാണ്. അപ്പോൾ ഞാനിത് സേവ് ചെയ്തിട്ട് ഇനി ഒന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കിയാൽ, വെൽക്കം, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ടു ഡെമോൺസ്ട്രേറ്റ്. ഇനി HTML പേജ് എന്നുള്ളത് അടുത്ത ലൈനിൽ വരണം. കോഡ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും? ഈ HTML പേജ് അടുത്ത ലൈനിൽ വരണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നുകൊണ്ട് ഒരു ബ്രേക്ക് ടാഗ് കൊടുക്കും, സേവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇത് റീലോഡ് ചെയ്യുക, അല്ലെ റിഫ്രഷ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു എക്സാമ്പിളിനകത്ത് നോക്കിക്കേ, ബോഡി ടാഗിനുള്ളിൽ എഴുതുന്ന കണ്ടന്റിന് പറയുന്ന പേരാന്ന് പറഞ്ഞു. അപ്പം ബോഡി ടാഗിനുള്ളിൽ കണ്ടന്റും ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു ടാഗും ഉണ്ട്. അപ്പം ബോഡി ടാഗിനുള്ളിലുള്ള കണ്ടന്റും ടാഗിനും പറയുന്ന പേരാണ് HTML എലമെന്റ്. നോക്കുക, എ പെയർ ഓഫ് ടാഗ്സ്, ടാഗുകൾ കാണാം, ആൻഡ് ദ കണ്ടന്റ്. എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എഴുതുന്ന, ഉള്ളിലാക്കുക എന്നാണ്. എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദീസ് ടാഗ്സ് ആർ നോൺ as element. Okay, body element contains opening body with attributes and body tag ഇവിടെ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി നോക്കുക, ഇതാണ് HTML-ന്റെ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞാണ് HTML മെയിൻ ടാഗ്സ് ആണ് ഹെഡ്, ടൈറ്റിൽ, ബോഡി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത് നോക്കുക. നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇല്ല, നമുക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലിൻ്റെ അകത്ത് HTML നമുക്ക് ഈ പേജ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടത്തേന് അത് ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഇടുക. നമുക്കത് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഒരു HTML ഡോക്യുമെന്റ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.